പിന്നെ മുഹറം 9 ഉം 10 എന്നാണെന്ന വിഷയത്തിൽ പൊതുവിലൊരു ആശയക്കുഴപ്പം നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പിറ കണ്ടു കണ്ടില്ല എന്ന് പറഞ്ഞൊക്കെ വലിയ കൺഫ്യൂഷൻസ് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്കൊരു സ്റ്റേറ്റ് ബേസ് ചെയ്ത് പോകാം. എന്തായാലും ഒരു പണ്ട് കാലത്തെ അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഉമ്മത്തിനുണ്ടായി എന്നതിൽ വലിയ ആശ്വാസം നമ്മൾ കണ്ടെത്തുന്നത്. പണ്ട് ഒരു വീട്ടിനകത്ത് വാപ്പാക്ക് നോമ്പും മകന് പെരുന്നാളും ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. മകന് പെരുന്നാൾ വാപ്പാക്ക് നോമ്പ്. ഈ ഒരു വീട്ടിനകത്ത് തന്നെ ഈ അവസ്ഥ ഉണ്ടാക്കിയ ഒരു സാഹചര്യമൊക്കെ മാറി ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങളുണ്ടായി. എല്ലാവരും ഏകീകരിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു സമാധാനം, ഒരു അന്തരീക്ഷമുണ്ട്. പക്ഷെ ഇപ്പോൾ പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു തമിഴ്നാട് കണ്ടതിൻ്റെ പേരിൽ വഴി മാത്രം കിട്ടിയ ഒരു മെസ്സേജിൻ്റെ പേരിൽ തമിഴ്നാട്ടിൽ ഒരു ദിവസം മുമ്പേ കണ്ടു എന്ന് പറഞ്ഞിട്ട് ശനി ഞായർ ദിവസങ്ങൾ മുഹറം 9 ഉം 10 കണക്കാക്കപ്പെടുന്ന ഒരു അഭിപ്രായം വരുന്നുണ്ട്. അല്ല, ഞായറും തിങ്കളുമാണ് കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല, കണ്ട വിവരവും കിട്ടിയിട്ടില്ല. ആ ദിവസം ശക്തമായ മഴയും കാറും കോളുമായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഞായറും തിങ്കളുമാണെന്നൊരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. എന്നാലും നമ്മളൊരു കേരള സംസ്ഥാനത്തിൽ പ്രധാനമായിട്ട് എല്ലാ കാലഘട്ടത്തിലും പിറ പ്രഖ്യാപിക്കുന്ന പിറയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ട് റമദാനും അത് കണക്കെ ദുൽഹജ്ജും ഒക്കെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അപ്ഡേഷൻ തരുന്നൊരു സമൂഹം അവരുടെ പരിശോധനയിലും അന്വേഷണത്തിലും വ്യവസ്ഥാപിതമായി മുഹറം 1 പിറ ഈ പറയപ്പെട്ട ദിവസത്തെ യൗമുഷക്കിൻ്റെ അന്ന് കാണാത്തത് കൊണ്ട്, കേരളത്തിൽ ഇവിടെയും കണ്ട അടിസ്ഥാനപരമായി വ്യക്തവും വിശ്വാസയോഗ്യമായ ഒരു അഭിപ്രായവും വരാത്തത് കൊണ്ടും മുഹറം 9 ഉം 10 ഞായർ തിങ്കൾ എന്ന് കണക്കാക്കലാണ് നമുക്ക് അഭിമാന്യമായിട്ടുള്ളത്. കാരണം അവരാണ് എല്ലാ കാലത്തും നമ്മൾ ആശ്രയിക്കുന്നവരെയാണ് ഇപ്പോഴും ആശ്രയിക്കുക. പൊതുവിൽ സമുദായത്തിൻ്റെ ഒരു നന്മ കൂടി കണക്കാക്കിയിട്ട് ഞായറും തിങ്കളും ആയിരിക്കും 9 ഉം 10 എന്നാണ് കണക്കാക്കുന്നത്.